ആരുമായിട്ട് പുറത്തുള്ളവർ ആരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. ആ 25 പേര് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ബിഗ് ബോസ് വിളിക്കും, സംസാരിക്കും, അതൊക്കെയാണ്. പുറത്ത് എന്താ നടക്കണമെന്ന് നമ്മൾ അറിയുന്നില്ല. അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നാണ് ശരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ശരിക്കും ഞാൻ ജീവിക്കുകയായിരുന്നു, ഞാനായിട്ട് നിൽക്കുമായിരുന്നു അവിടെ. ഗെയിം, എൻ്റെ ഗെയിമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമെന്ന് പറയാൻ പറ്റില്ല അതിനെ, ഞാൻ ശരിക്കും ജീവിക്കുകയായിരുന്നു കേട്ടോ. നമുക്കറിയാത്ത ഒത്തിരി പേരുണ്ട് അതിനകത്ത്, അറിയാവുന്നവരുണ്ട്. അപ്പം അവരുടെ കൂടെ നമ്മൾ എങ്ങനെയായിരിക്കും ഒരു ദിവസം കഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. വഴക്കുണ്ടാവും, സന്തോഷം കാണും, ഒത്തിരി ഒത്തിരി അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്നത് തന്നെയാണ് സത്യം. അത് നമ്മൾ പുറത്ത് ലോകത്ത് ഈ ക്യാമറയിൽ കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. 78-80 ക്യാമറ ഉണ്ട്, അത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പം ഇപ്പം എന്താ പറയണ്ടേ, സൂപ്പർ ചാറ്റ് ചെയ്തേ ആണോ? ഹായ് നോസ് ഇപ്പോൾ എങ്ങനെയുണ്ട്? അയ്യോ ഞാൻ അപ്പം ഞാനേ റിപ്ലൈ അത് വരണം കേട്ടോ. അപ്പം നോസ് ദേ കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ഇവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ ഒരു പൊന്തലുണ്ട്, ഒരു ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവുമായിരിക്കും, പൊന്തലുണ്ട്. ശരിക്കും എനിക്ക് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ ഒരു ഇടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൊട്ടലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ സർജറി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ ഒന്ന് രണ്ടിടത്ത് പറഞ്ഞു നമുക്ക് സർജറി ചെയ്യണം, ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, കാരണം അല്ലെങ്കിൽ എല്ല് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ അത് ഭാവിയിൽ ചില ഡോക്ടർ പറഞ്ഞു അത് ഈ പറഞ്ഞ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് സർജറി ചെയ്ത് വേറെ പ്രശ്നമൊന്നുമില്ല, സർജറി ചെയ്ത് മാറ്റുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പോകുന്നതിന് മുന്നെയാണ് എനിക്ക് ഈ ഒരു ഇടിയെ കിട്ടി. അതിൻ്റെ പാടാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു പാടുണ്ടായിരുന്നു, അതൊക്കെ പോയി. കയറുന്നതിന് മുന്നേ നല്ല പാടുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു സർജറി കഴിഞ്ഞാൽ ഒരു